ചെയ്തെന്നെ ശക്തിയാൽ നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ പരന്നിറങ്ങണമേ. അഭിഷേകം ചെയ്തെന്നെ ശക്തിയാൽ നിറയ്ക്കണേ. ജീവജലം നീയല്ലോ, ദാഹം തീർക്കും ആത്മനേ. വചനത്താൽ നിറച്ചെന്നെ പുതുസൃഷ്ടിയാക്കണേ. ജീവജലം നീയല്ലോ, ദാഹം തീർക്കും ആത്മനേ. വചനത്താൽ നിറച്ചെന്നെ പുതുസൃഷ്ടിയാക്കണേ. പരിശുദ്ധാത്മാവേ പരന്നിറങ്ങണമേ. അഭിഷേകം ചെയ്തെന്നെ ശക്തിയാൽ നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ പരന്നിറങ്ങണമേ. അഭിഷേകം ചെയ്തെന്നെ ശക്തിയാൽ നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ പരന്നിറങ്ങണമേ. അഭിഷേകം ചെയ്തെന്നെ ശക്തിയാൽ നിറയ്ക്കണേ. Hallelujah, 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 hallelujah. How many of you are ready to welcome the Holy Spirit? Hallelujah, hallelujah, hallelujah. To move ourselves, to move our entire body and our soul because of the Holy Spirit. Hallelujah, hallelujah. Let us all move our body. Let us all clap our hands to the next song. And let us all give ourselves to the Holy Spirit with the next song. Hallelujah, 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 hallelujah. ആശ്രയിച്ച
അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളിൽ അനുഗമിച്ചിടും അവനുടെ ചുവടുകളിൽ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളിൽ അനുഗമിച്ചിടും അവനുടെ ചുവടുകളിൽ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനായി എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനായി ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടുക ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടുക ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളിൽ അനുഗമിച്ചിടും അവനുടെ ചുവടുകളിൽ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളിൽ അനുഗമിച്ചിടും അവനുടെ ചുവടുകളിൽ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് കർത്താവേ ദേവന്മാരും നിനക്ക് തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ കർത്താവേ ദേവന്മാരിൽ നിനക്ക് തുല്യനായ
കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യവാൻ. He is my everything. He is my all. He is my everything, both great and small. He gave his life for me, made everything new. He is my everything. Now how about you? Like honey in the rock, sweet honey in the rock, for he tastes like honey in the rock. Oh, taste and see that the Lord is good, for he tastes like honey in the rock. Oh, taste and see that the Lord is good, for he tastes like honey in the rock. ജീവനിൻ പേർക്കാൻ തന്നടിനാൻ എന്റെ സർവ്വവും എല്ലാറ്റിലും ഏതും സർവ്വവും നീ എനിക്കുള്ളവൻ. നീ എന്റെ സർവ്വവും എല്ലാറ്റിലും ജീവനിൻ പേർക്കാൻ തന്നടിനാൻ എന്റെ സർവ്വവും എല്ലാറ്റിലും തേനിലും മധുരമാ തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യവാൻ. എല്ലാ കണ്ണുകളും അടയിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, പരിശുദ്ധനായിരിക്കും നല്ല കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് രാത്രിയിലും അങ്ങയുടെ സജീവ സാന്നിധ്യം ഇതിന്റെ അകത്തുള്ള കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവേ, ഈ ആലയത്തിന്റെ അകത്ത് അവിടെ നടക്കുന്ന ആ വലിയ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവേ, യെരൂശലേമിന്റെ തിരുവീതികളിൽ യേശു രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ട് ഭൂതബാധിതരെ വിടുവിച്ചുകൊണ്ട് കർത്താവെ രോഗികൾക്ക് ആശ്രയമായിട്ട് അഭയമായിട്ട് ആശ്വാസമായിട്ട് വിടുതലായിട്ടൊക്കെ സ്വർഗീയ തമ്പുരാൻ അവൻ നടന്നതുപോലെ അങ്ങ് ഇതിന്റെ അകത്ത് നടകൊള്ളുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. തിരുവചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി വെളിപ്പെടുമാറാകണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇതിന്റെ അകത്ത് നിഴലിടുമാറാകണമേ. അപ്പ ഒന്നും ഞങ്ങൾക്ക് തടസ്സമാകുവാൻ അവിടെ നിന്ന് അനുവദിക്കരുതേ. പരിശുദ്ധാത്മാവെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്.
അങ്ങ് ഇതിന്റെ അകത്ത് ചലിക്കുമാറാകണം കർത്താവെ. ആദിയിൽ ജനത്തിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നത് പോലെ തന്നെ കർത്താവെ ഇന്ന് രാത്രി ഞങ്ങളുടെ മേൽ അവിടുന്ന് പരിവർത്തിക്കുമാറാകണം. ഇന്ന് രാത്രി കർത്താവെ അവിടുന്ന് വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് രാത്രിയിലും കർത്താവെ അവിടുന്ന് രോഗികളെ സൗഖ്യമാക്കണം. ഇന്ന് രാത്രിയിലും കർത്താവെ ആമേൻ സ്തോത്രം പീഡിതരെ വിടുവിച്ച് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിലും കർത്താവെ നിന്റെ ജനത്തിന്റെ കണ്ണുനീര് സ്വർഗത്തിലെ തമ്പുരാൻ തുടയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിലും കർത്താവെ അവിടുന്ന് വിലാപത്തിൽ നൃത്തമാക്കിക്കൊണ്ട് കർത്താവെ ഞങ്ങളുടെ രട്ടൊഴിപ്പിച്ച് കർത്താവെ ഞങ്ങൾക്ക് സന്തോഷം പകരുന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയോ നന്ദി പറയുകയോ സ്തോത്രം ചെയ്യുക കർത്താവെ. അപ്പച്ചന്റെ തിരുപ്പാദങ്ങളിലേക്ക് താഴ്ത്തിയേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം അങ്ങയുടേതാ കർത്താവ്. ഞങ്ങളോട് സംസാരിക്കുമാറാകണം. അവിടുന്ന് ആഴങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുമാറാകണം. പരിശുദ്ധാത്മാവ് ഇതിന്റെ അകത്ത് ചലിക്കുന്നതിനായിട്ട് കർത്താവെ ഞങ്ങളുടെ ഈ യോഗത്തിന്റെ നിയന്ത്രണം അവിടുന്ന് ഏറ്റെടുത്ത കൃപയ്ക്കായിട്ട് ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു, നന്ദി പറയുന്നു കർത്താവെ. അപ്പച്ചൻ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായിട്ട് സ്തോത്രം കർത്താവെ. ഒരിക്കൽ കൂടി അങ്ങനെ തങ്കരക്തം കൊണ്ട് ഈ ആലയത്തെ ഞാൻ ശുദ്ധീകരിച്ചു പ്രാർത്ഥിക്കുക. I sprinkle the holy blood of Jesus upon this place. കർത്താവ് ഇതിനെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അപ്പച്ച ഇതൊരു നല്ല നിലമായിട്ട് മാറട്ടെ. 100 പേര് ഇതിന്റെ അകത്ത് കായ്ക്കട്ടെ അപ്പ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക കർത്താവ്. ഒരു അപ്പന്റെ മക്കളായിട്ട് ഒരുമിച്ച് കർത്താവ് ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. അപ്പ ഞാൻ അനുഗ്രഹിച്ചാട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായിട്ട് സ്തോത്രം. അനുഗ്രഹിച്ച ദയക്കായിട്ട് സ്തോത്രം. യേശു അപ്പച്ചന്റെ പൊന്നുനാമത്തെ പ്രാർത്ഥിക്കുന്നു. ദയത്തോന്നനം പരിശുദ്ധ നല്ല പിതാവേ. ആമേൻ. ചേർന്നൊരു ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. ഹല്ലേലൂയ. നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ സ്തോത്രം. നമുക്ക് വേദപുസ്തകം എടുക്കാം. ഹല്ലേലൂയ. പെട്ടെന്ന് തന്നെ ആമേൻ സ്തോത്രം. എല്ലാവരും നിന്നുകൊണ്ട് നമുക്ക് ഒരു വാക്യം വായിക്കാൻ പോവുകയാണ്. കർത്താവിന്റെ സ്തോത്രം. നിന്നുകൊണ്ട് നമ്മൾ വായിക്കും കർത്താവിന്റെ സ്തോത്രം. ലൂക്കായുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചേർന്ന് വായിക്കാൻ പോവുകയാണ്. കർത്താവിന്റെ സ്തോത്രം. ഉടബാലവാശിയാരാന്തേ രവലേ ദീപന ഭൗഷി മനാ ദിയാ രാന്തേ രവലേ ദീപൽ. കർത്താവിന്റെ സ്തോത്രം. എല്ലാവരും ആമേൻ ഒരുമിച്ച് വായിച്ചാൽ കർത്താവിന്റെ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. മലയാളം ഡിസ്പ്ലേ ചെയ്യാമോ? കർത്താവിന്റെ സ്തോത്രം. ആമേൻ. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. എല്ലാവരും ചേർന്ന് അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനം പ്രതി തരയണമേ. ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ കടംപെട്ടിരിക്കുന്ന ഏവനോടും ഞങ്ങളും ക്ഷമിക്കുന്നു. ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുത്, ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നാട്ടെ. കർത്താവിന്റെ സ്തോത്രം. ആമേൻ. കടന്നു വന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള ആമേൻ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. കർത്താവിന്റെ സ്തോത്രം. എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ട് വന്നതാ. കർത്താവിന്റെ സ്തോത്രം. ആമേൻ. നമുക്കൊരു തോന്നലുണ്ടാകും, ആരെങ്കിലും വിളിച്ചിട്ട് വന്നതാണ്. ആമേൻ. എങ്ങനെയോ ഇതിൻ്റെ അകത്ത് എത്തിപ്പെട്ടു. ഇന്ന് വരാനായിട്ട് ഇഷ്ടം ഉണ്ടായിരുന്നില്ല, എന്നാലും ഞാൻ ഇതിൻ്റെ അകത്ത് എത്തി. കർത്താവിന് സ്തോത്രം. നീ എത്തിയതല്ല, നിന്നെ എത്തിച്ചതാ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പത്രോസ് ആമേൻ പടക് കഴുകിക്കൊണ്ടിരുന്നപ്പോൾ പത്രോസിനൊരു ചിന്തയുണ്ട്. എന്താണെന്നറിയാമോ? ആമേൻ സ്തോത്രം. ഗനേസരത്ത് തടാകത്തിൻ്റെ തീരത്ത് അന്ന് 290 ബോട്ട് ആമേൻ സ്തോത്രം ഓരോ ദിവസവും മീൻ പിടിക്കാൻ പോകും. കർത്താവിന് സ്തോത്രം. ആ കടലിൽ അന്ന് 3000 ബോട്ടുകൾ മത്സ്യബന്ധനത്തിനായിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. പത്രോസ് ചിന്തിക്കുക, 290 എണ്ണത്തിനകത്ത് എൻ്റെ ബോട്ട് മാത്രം കർത്താവ് എങ്ങനെ കണ്ടു? കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മുൻ നിശ്ചയപ്രകാരം ആമേൻ ഇതിൻ്റെ അകത്ത് കൂട്ടിക്കൊണ്ടുവന്ന ഓരോ പത്രോസുമാർക്കായിട്ട് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഒഴിഞ്ഞ പടകുകൾക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. മനസ്സിലാകുന്നവർക്കാണ് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നത്. ആമേൻ. ചിലരുടെയൊക്കെ ഒഴിഞ്ഞ പടകുകൾ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. വലിയ വിജയത്തിന് കാരണമായത് അങ്ങനെയാ. കർത്താവിന് സ്തോത്രം. പത്രോസിന് അങ്ങനത്തെ ഒരു രാത്രി ഉണ്ടായിരുന്നു, ഒന്നും കിട്ടാത്ത രാത്രി. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് അവന്റെ ജീവിതത്തിന്റെ ആമേൻ അവസ്ഥകളെ ഹിസ്റ്ററി മാറ്റി എഴുതിയത് ആമേൻ അവന്റെ ഒഴിഞ്ഞ പടക് കൊണ്ടാണ്. കർത്താവിന് സ്തോത്രം. ഒഴിഞ്ഞ പടകിനെ നിറയ്ക്കുവാൻ മതിയായ ഒരു ദൈവം ഇതിന്റെ അകത്ത് ഇറങ്ങിയിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിന്റെ അകത്ത് ചലിക്കുകയാ. വചനം വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി സ്വർഗത്തിലെ തമ്പുരാൻ വലിയ കാര്യങ്ങളെ ചെയ്യും. കർത്താവിന് സ്തോത്രം. നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് തമ്പുരാൻ മാറ്റം വരുത്തും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ.
ആമേൻ. ഒരിക്കൽ ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, ആമേൻ, ചിലതൊന്നും ജീവിതത്തിൽ മാറത്തില്ല. ഞാൻ പറഞ്ഞു, അത് നിങ്ങൾക്കാ, എന്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ആമേൻ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുണ്ടേൽ ആമേൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. നീ വലിയത് കാണും. ഇന്ന് രാത്രി ഈ ആലയം വിട്ട് നീ പുറത്തു പോകുമ്പോ വന്നതുപോലെ തിരിച്ചു പോകത്തില്ല. നീ പോകുമ്പോ നിന്റെ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു നിറഞ്ഞ വലയുണ്ടാകും. ആമേൻ. സ്വോത്രം. കീറുമാരാകുന്നൊരു വല, നിനക്ക് ചുമക്കുവാൻ സാധിക്കാത്തൊരു വല. ആമേൻ. നീ കൂടെയുള്ളവരെ വിളിച്ചു വരുത്തി എന്നെ സഹായിക്കണമേ എന്ന് പറയുന്നൊരു വല. ആമേൻ. ഒഴിഞ്ഞ പടകുമായിട്ട് വന്ന സഹോദരി, നിന്നെ നോക്കിയ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നത്. വിശ്വസിക്കുന്നവരുണ്ട്, ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. ഇന്നു രാത്രി സ്വർഗത്തിലെ തമ്പുരാൻ നിന്റെ വിധിയെ മാറ്റിയെഴുതാൻ പോവുകയാണ്. ആമേൻ. കർത്താവിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് പത്രോസിനോട് പറയുക, പത്രോസേ, ആമേൻ സ്തോത്രം, നീ കരയാൻ തുടങ്ങിയപ്പോ ആമേൻ തമ്പുരാൻ നിന്നെ കുറിച്ചുള്ള പ്ലാൻ വരച്ചതാ. ആമേൻ. ആമേൻ. ഗനേസരത്തിന്റെ തടാകത്തിൽ നീ വന്ന് നിന്നപ്പോ ആമേൻ സ്തോത്രം, നീ കരുതിയത് ആമേൻ സ്തോത്രം, നീ അവിടെ നിന്നപ്പോ യാദൃച്ഛികമായിട്ട് തമ്പുരാനെ കണ്ടെന്നാ. ആമേൻ സ്തോത്രം. സ്വർഗം പറയുക, നിന്നെ സ്പോട്ടിൽ കൊണ്ടുവന്നതാ. ആമേൻ, ആമേൻ, ആമേൻ. ഇതിന്റെ അകത്ത് ആരാണ്ടൊക്കെ സ്പോട്ടിൽ വന്നിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് രാത്രി ഏറ്റെടുത്തോണം. അവൻ സംശയിക്കാൻ നിൽക്കരുത്. ആമേൻ. അത് പത്രോസ് അല്ലേ എന്ന് ചോദിക്കില്ല. കർത്താവിന് സ്തോത്രം. നിന്നെയാ ഈ 2021 തമ്പുരാന് ചില പത്രോസിനെ വേണം. കർത്താവിന് സ്തോത്രം. ആമേൻ. പോകാൻ തയ്യാറുള്ളതുണ്ടെങ്കിൽ ഇന്ന് രാത്രി എനിക്കറിയാൻ പേരില്ല. ആമേൻ സ്തോത്രം. ഇന്നത്തെ ദിവസം മുഴുവൻ തമ്പുരാൻ ചിലതിനെ അയക്കുന്ന രാത്രിയാ, അയക്കുന്ന ദിവസമാ. ഇന്ന് രാത്രി ആമേൻ സ്തോത്രം, ഞാനൊരു കാര്യം പറയട്ടെ. ആമേൻ സ്തോത്രം. ഇന്ന് ഉച്ചയ്ക്ക് ഇംഗ്ലീഷ് സർവീസിനകത്ത് ഞാൻ പറയട്ടെ. ആമേൻ സ്തോത്രം. ഞാൻ പറയാൻ വന്ന മെസ്സേജിനകത്ത് കേറാൻ സമ്മതിക്കുന്നില്ല, കേറാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ആമേൻ സ്തോത്രം. പരിശുദ്ധാത്മാവിന് ചിലതിനെയൊക്കെ വേർതിരിക്കുവാനുള്ള ദിവസമായി ഇന്നത്തെ ദിവസം. പത്രോസിനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. എന്തിനാണെന്ന് അറിയാമോ? സെറ്റ് അപ്പാർട്ട് ഫോർ മൈ വർക്ക്. എന്റെ വേലയ്ക്കായിട്ട് അവരെ വേർതിരിക്കണം. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി കർത്താവ് വിളിക്കുമ്പോൾ തിരിഞ്ഞ് നടക്കരുത് കേട്ടോ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. തമ്പുരാന്റെ വചനത്തിലേക്ക് വരാം. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രി വായിച്ച് കേട്ട വചനം ഇതാണ്. ആമേൻ സ്തോത്രം. യേശു പ്രാർത്ഥിക്കാനായിട്ട് മലയിലേക്ക് പോയി. ആമേൻ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ കർത്താവിന് സ്തോത്രം, അവരിങ്ങനെ കണ്ട് എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുക. ശിഷ്യന്മാർ പ്രാർത്ഥന കഴിഞ്ഞപ്പോ യേശുവിനോട് ചോദിച്ചു, ഞങ്ങളെയും കൂടി പ്രസംഗിക്കാൻ പഠിപ്പിക്കണമെന്നല്ല. കർത്താവിന് സ്തോത്രം. ഞങ്ങളെയും കൂടി. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. സൗഖ്യമാക്കുന്ന ശുശ്രൂഷ ഒന്ന്. ആമേൻ. നമുക്ക് അങ്ങനെയൊക്കെ ചില വിചാരം ഉണ്ടാവും. പക്ഷെ അവർ ചോദിച്ചത് അങ്ങനെയൊന്നുമല്ല. അവർ പറയുക, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പഠിക്കാൻ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? ഓ, നമ്മുടെയൊക്കെ ചിന്ത നമ്മൾ ആമേൻ പ്രാർത്ഥനയിൽ പീച്ചൊടിയുള്ള എന്നോടാണോ പാസ്റ്റർ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി പരിശുദ്ധ ആത്മാവിൽ ആമേൻ ആശ്രയിച്ച് ചില കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. കർത്താവിന് സ്തോത്രം. ആമേൻ. യേശു അവരോട് പറഞ്ഞു. എന്താ പറഞ്ഞതെന്ന് അറിയാമോ? ആമേൻ സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് ഇരിക്കുമ്പോൾ ആമേൻ സ്തോത്രം എന്ത് ചെയ്യണമെന്നറിയാമോ? ആമേൻ സ്തോത്രം. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ പറഞ്ഞപ്പോൾ അവരെ പഠിപ്പിച്ചു. അവൻ അവരോട് പറഞ്ഞത്, രണ്ടാമത്തെ വാക്യം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആമേൻ സ്തോത്രം, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടത് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പണ്ട് ആമേൻ സ്തോത്രം ജനിച്ചു വളർന്ന ആമേൻ സ്തോത്രം സമയത്ത് പഠിച്ച പ്രാർത്ഥനയാ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ചിലരൊക്കെ അതിന്റെ പേരിൽ അടികൂടിക്കൊണ്ടിരിക്കുക. എന്താ കാര്യം എന്നറിയാമോ? ആമേൻ സ്തോത്രം. ഒരിക്കലും ഞാൻ ആമേൻ സ്തോത്രം ഒരു അപ്പച്ചൻ്റെ അടുത്ത് സുവിശേഷം പറയാനായിട്ട് പോയി. കർത്താവിന് സ്തോത്രം. അപ്പച്ചൻ എന്നോട് സുവിശേഷമൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരുന്നു. അപ്പച്ചനൊരു നല്ല മനുഷ്യനാണ്. അതുകൊണ്ട് കുറേ നേരം ബലം പിടിച്ചിരുന്നു. എന്നോട് ഒന്നും മിണ്ടുന്നില്ല. കർത്താവിന് സ്തോത്രം. ചിരിച്ചുകൊണ്ടൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ അവസാനം ഞാൻ പറഞ്ഞു നിർത്തി കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ എന്നോടൊരു ചോദ്യം. കർത്താവിന് സ്തോത്രം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെന്ന് പറയുന്ന പ്രാർത്ഥനയെ കുറിച്ച് ആമേൻ സ്തോത്രം ദൈവദാസന്റെ അഭിപ്രായം എന്താ? ഞാൻ പറഞ്ഞു, അത് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയല്ലേ, നല്ല പ്രാർത്ഥനയാ. ആമേൻ സ്തോത്രം. അദ്ദേഹം ചോദിച്ചു, എന്നിട്ട് പിന്നെ എന്തിനാ വേറെ പ്രാർത്ഥനയൊക്കെ നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നേ? കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ചിലത് നമ്മൾ പഠിക്കാൻ പോവുക. ആമേൻ സ്തോത്രം. പരിശുദ്ധാത്മാവ് ആമേൻ സ്തോത്രം സഭയെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന രാത്രിയായി ഇന്നത്തെ ദിവസം. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞ പ്രാർത്ഥന
ആമേൻ സ്തോത്രം, തിയോളജിയൻസ് പറയുന്ന ഒരു മോഡൽ പ്രയർ എന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം ഒരു മാതൃക. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ, മാതൃക പ്രാർത്ഥന, കർത്താവിന് സ്തോത്രം. ആമേൻ ആമേൻ. പരിശുദ്ധാത്മാവ് എനിക്ക് പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട്. ആമേൻ സ്തോത്രം, അതൊരു പ്രാർത്ഥനയല്ല, കർത്താവിന് സ്തോത്രം, അതിനേക്കാൾ ഉപരി ആമേൻ പ്രാർത്ഥിക്കുന്നവന്റെ ആമേൻ സ്തോത്രം കണ്ടീഷൻസാ എന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം, അതിന്റെ അർത്ഥം ഇതാ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞു തുടങ്ങുന്ന പ്രാർത്ഥന ആമേൻ സ്തോത്രം തമ്പുരാൻ നമ്മെ നോക്കി പറഞ്ഞത് ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുവാൻ വന്നു നിൽക്കുന്നവന്റെ ക്വാളിറ്റിയെ കുറിച്ചാണ്. ആമേൻ. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഇത് പറഞ്ഞ യേശു തന്നെ യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിനകത്തേക്ക് വരുമ്പോൾ ആമേൻ അവിടെ ഒരു നല്ല പ്രാർത്ഥന കാണുന്നുണ്ട്. കർത്താവിന് സ്തോത്രം. നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും 1 മുതലുള്ള വാക്യങ്ങളിനകത്ത് ആ ചാപ്റ്റർ മുഴുവൻ, ഹോൾ ചാപ്റ്റർ 26 വേഴ്സസ്, കർത്താവിന് സ്തോത്രം, യേശുവിന്റെ പ്രാർത്ഥനയാ. ആമേൻ. അവിടെ യേശു പ്രാർത്ഥിക്കുന്നത് ശിഷ്യന്മാർക്ക് വേണ്ടിയാ. ആമേൻ. ഡിസ്പ്ലേ ഇടാമോ? കർത്താവിന് സ്തോത്രം 17. ആമേൻ. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്താ? പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തേണമേ. കർത്താവിന് സ്തോത്രം, നീ അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടി ആമേൻ സ്തോത്രം യേശു പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവിന് സ്തോത്രം. തീർന്നില്ല. അവരിലൂടെ സുവിശേഷം കേട്ട് വിശ്വാസത്തിലേക്ക് വരുന്ന എനിക്കും നിനക്കും വേണ്ടി യേശു അന്ന് പ്രാർത്ഥിച്ചു. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ഞാനന്ന് അപ്പച്ചനോട് ഞാൻ പറഞ്ഞു, ആമേൻ സ്തോത്രം, ഇതും യേശുവിന്റെ പ്രാർത്ഥനയാ. കർത്താവിന് സ്തോത്രം. അത് 4 വാക്യം കൊണ്ട് തീർന്നു. ആമേൻ സ്തോത്രം. 4 വേഴ്സസേ ഉള്ളൂ. ആമേൻ. ലോർഡ്സ് പ്രയർ എന്ന് പറയുന്ന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ആമേൻ സ്തോത്രം പറയുന്ന പ്രാർത്ഥന. ഇത് 26 വാക്യമുണ്ട്. ആമേൻ സ്തോത്രം. അപ്പച്ചൻ ഇതെല്ലാം കാണാതെ അറിയാമോ? ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആമേൻ സ്തോത്രം, യേശു തന്ന പ്രാർത്ഥന പഠിപ്പിക്കാൻ ആമേൻ പറഞ്ഞു പഠിക്കണമെന്ന് പറയണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ച പ്രാർത്ഥന അതൊരു മാതൃകാ പ്രാർത്ഥനയാണ്. കർത്താവിന് സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ പലപ്പോഴും നമുക്കൊരു ചിന്തയുണ്ട്, ഒത്തിരി പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. കർത്താവിന് സ്തോത്രം. ആമേൻ. നമ്മളെങ്ങനെ ആമേൻ പ്രാസമൊക്കെ ഒപ്പിച്ച് പ്രാർത്ഥിക്കും. ചിലരോട് സഭായോഗത്തിനൊക്കെ വന്നിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവർ പാസ്റ്റർ പ്രാർത്ഥിക്കാൻ പറയുമോന്ന് പേടിച്ചാ ഞാൻ ഇതിൻ്റെ അകത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ സഹോദരന്മാർ എനിക്ക് ഉണ്ട്, ഇതിനകത്തുണ്ട്. കർത്താവിന് സ്തോത്രം. ആമേൻ. അവൻ പേടിച്ച് പ്രാർത്ഥിച്ചിരിക്കുക. എന്നോട് പ്രാർത്ഥിക്കാൻ പറയല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവിന് സ്തോത്രം. എന്താ കാര്യം എന്നറിയാമോ? ആമേൻ സ്തോത്രം. ഇവർ പ്രാർത്ഥിക്കുന്നത് പോലെ ഒന്നും പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റത്തില്ല. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ആമേൻ, ഇന്ന് രാത്രി നമ്മൾ അറിയണം. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ആമേൻ സ്തോത്രം നമ്മുടെ ചർച്ചിനകത്ത് ഞാൻ പറഞ്ഞു, ഈ കിങ് ജെയിംസ് വേർഷനകത്ത് പ്രാർത്ഥിച്ചത് കൊണ്ടൊന്നും ആമേൻ സ്തോത്രം തമ്പുരാൻ അതുകൊണ്ടൊന്ന് നന്നായിട്ട് കേൾക്കുമെന്നൊന്നും നമ്മൾ ചിന്തിക്കരുത്. കർത്താവിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഹൗ ഗ്രേറ്റ് thou art. കർത്താവിന് സ്തോത്രം. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത് നല്ലതാ. ഞാനും ഒക്കെ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ തമ്പുരാൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ? പ്രാർത്ഥിക്കാൻ വന്നു നിൽക്കുമ്പോൾ തമ്പുരാന്റെ നോട്ടം നിന്റെ വാക്കിലല്ല. നിങ്ങൾ ആമേൻ ആരെങ്കിലും ഒക്കെ എന്നോട് ഇന്ന് രാത്രി പിണങ്ങാൻ ചാൻസ് ഉണ്ട്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയെ കുറിച്ചാണ്. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, അത് നിന്റെ യോഗ്യതയാ. പ്രാർത്ഥിക്കാൻ വരുന്നവന്റെ യോഗ്യതയെ കുറിച്ചാണ് ആമേൻ സ്തോത്രം ലോർഡ്സ് പ്രയർ നമ്മെ പഠിപ്പിക്കുന്നത്. കർത്താവിന് സ്തോത്രം. 1-ാമത്തെ കാര്യം അവിടെ പറഞ്ഞിരിക്കുക, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പരിശുദ്ധാത്മാവ് എന്നെ ഒരു കാര്യം ഓർപ്പിച്ചു. എന്താണെന്ന് അറിയാമോ? ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഈ പ്രാർത്ഥിക്കാൻ വരുന്നവരൊരു യോഗ്യതയുണ്ട്. എന്താണെന്ന് അറിയാമോ? ഞങ്ങളുടെ എന്ന് പറയുവാൻ അവന് മടിയുണ്ടാകത്തില്ല. കർത്താവിന് സ്തോത്രം. ദൈവമക്കളെന്ന് പറയുന്നവളെ കുറിച്ചൊരു ശത്രുതാഭാവം വെച്ചുകൊണ്ട് ആമേൻ സ്തോത്രം എസ്സേ ഉണ്ടാക്കി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്നാ. നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലേ? കർത്താവിന് സ്തോത്രം. ശത്രുതാ മനോഭാവം വെച്ചുകൊണ്ട് ഞങ്ങൾ വരികയാണെന്ന് പറഞ്ഞ് എൻ്റെ സഹോദരനുമായിട്ട് ഞങ്ങളുടെ അപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിന്റെ പ്രാർത്ഥന സ്വർഗം പഠിപ്പിച്ച പ്രാർത്ഥനയല്ല. ആമേൻ. കർത്താവിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാ. ആമേൻ സ്തോത്രം. യേശുവിന് വേണമെങ്കിൽ മൈ ഫാദർ എന്ന് പറയാമായിരുന്നില്ലേ? കർത്താവിന് സ്തോത്രം. അവൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ.
കർത്താവിന് സ്തോത്രം. ഞങ്ങളുടെ പിതാവേ. നമുക്കൊറ്റ പ്രാർത്ഥനയുള്ളൂ. ആമേൻ സ്തോത്രം. ഒരു കൂട്ടായ്മയുടെ പ്രാർത്ഥന. ഒന്ന് പറഞ്ഞേ, കൂട്ടായ്മയുടെ പ്രാർത്ഥന. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എനിക്കെന്ന് പറയുന്നൊരു പ്രാർത്ഥന നമുക്കില്ല. അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിനകത്ത് സകലതും അവർ വിറ്റുപിറക്കി എല്ലാം കൂടി ഒരുമിച്ച് അപ്പോസ്തലന്മാരുടെ കാൽ കീഴിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് വചനം പറയുക, അവരിൽ എല്ലാവരും ഒരുപോലെ സന്തോഷിച്ച് അങ്ങ് ജീവിച്ചു. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ സഹോദരനെ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് ചിരിച്ച് കുഞ്ഞുങ്ങളെപ്പോലെ വരുവാൻ നിനക്ക് സാധിക്കുമോ? കർത്താവിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിനകത്ത് യേശു ഇങ്ങനെ നടക്കുമ്പോൾ ശിഷ്യന്മാരൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? സ്വർഗരാജ്യത്തിനകത്ത് വലിയവൻ ആരാ കർത്താവേ? കാരണം നമ്മൾ വിചാരിച്ചിരിക്കുന്ന അപ്പോസ്തലന്മാര് അവൻ വളരെ ശുദ്ധഗതിക്കാരും വളരെ നല്ല ആൾക്കാരും തികഞ്ഞ ആത്മീകന്മാർ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ തികഞ്ഞ ആത്മീകന്മാർ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ എന്ന വചനം പറയുന്നത് ആമേൻ സ്തോത്രം നല്ല അടിയുണ്ടാക്കുന്ന പുള്ളികളായിരുന്നു അവരെല്ലാവരും. കർത്താവിന് സ്തോത്രം. യേശുവിന്റെ കൂടെ 3.5 വർഷം കഴിഞ്ഞിട്ട് പോലും ആമേൻ സ്തോത്രം വാളെടുത്ത പാർട്ടിയാ പത്രോസ്. പത്രോസ് വാളെടുക്കണമെങ്കിൽ പത്രോസിന്റെ കയ്യിൽ വാൾ ഉണ്ടായിട്ട് വേണ്ടേ? അപ്പൊ വടിവാള് പാർട്ടി ആയിരുന്നു ആര്? നിങ്ങൾ എന്നോട് പിണങ്ങരുത്. ആമേൻ ആമേൻ. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ വടിവാൾ കൂട്ടിയൊക്കെ പേരില്ലേ, അതുപോലത്തെ ആൾക്കാരായിരുന്നു ഇവന്മാരൊക്കെ. കർത്താവിന് സ്തോത്രം. യേശു വിട്ട പേര് നോക്കി, ഇടിമക്കൾ, പാറ. കർത്താവിന് സ്തോത്രം. ആമേൻ. അവന്റെയൊക്കെ സ്വഭാവം വെച്ചായിരിക്കും ഒരുപക്ഷെ കർത്താവ് ആ പേരിട്ട്, അല്ലേ? കർത്താവിന് സ്തോത്രം. അങ്ങനത്തെ ആൾക്കാരാ കൂടെയുള്ളതൊക്കെ. വചനം പറയുന്നത് എന്താണെന്നറിയാമോ? കർത്താവിന് സ്തോത്രം. ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരെന്ന് ചോദിച്ചു. കർത്താവിന് സ്തോത്രം. നമ്മുടെയൊക്കെ പള്ളിയിൽ അതൊന്നും പുറത്ത് ചോദിക്കുന്നില്ല ആരും, അല്ലേ? അകത്തിഞ്ഞു ഉണ്ടേലും കർത്താവിന് സ്തോത്രം. നമുക്കൊക്കെ, എനിക്കൊക്കെ അങ്ങനെ ഒരു ചിന്ത ആമേൻ ഉള്ളതാ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഉണ്ടേലും നമ്മൾ പുറത്ത് കാണിക്കത്തില്ല, അല്ലേ? അവന്മാരങ്ങനെയൊന്നും ആയിരുന്നില്ല. യേശുവിന്റെ ശിഷ്യന്മാർ അങ്ങനെയൊന്നും ആയിരുന്നില്ല. നേരെ ചോദിക്കും, കർത്താവേ പറയേ, ആരാ വലിയവൻ? കർത്താവിന് സ്തോത്രം. നിങ്ങൾ പറയും അത് സ്വർഗത്തില് അല്ല കൂട്ടത്തിലുള്ളവരെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, അത് പിന്നെ ഒരു ദിവസം പ്രസംഗിക്കാം. കർത്താവിന് സ്തോത്രം. ആരാ വലിയവൻ? സ്വർഗരാജ്യത്തിനകത്ത് ആരാ വലിയവൻ? യേശു ഒരു കുഞ്ഞിനെ എടുത്ത്, അടുത്ത വാക്യത്തിനകത്ത് പറയാ, യേശു ഒരു കുഞ്ഞിനെ എടുത്ത്, ഒരു ശിശുവിനെ എടുത്ത് അവരുടെ നടുവിൽ നിർത്തിച്ചു പറഞ്ഞു, ആമേൻ സ്തോത്രം, നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയിത്തീരുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ലെന്ന് പറഞ്ഞു. സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരെന്നുള്ളത് പോട്ടെ, ആ സ്വഭാവത്തെ നോക്കി യേശു അങ്ങ് പറയുകയാണ്. ആമേൻ സ്തോത്രം. ഈ പള്ളിയിൽ ഇരിക്കുമ്പോൾ കർത്താവും ആമേൻ സ്തോത്രം ചില ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുക, സർജറി നടത്തിക്കൊണ്ടിരിക്കുക. ആമേൻ. ഈ യേശുവിന്റെ പണ്ടേ ഉള്ളൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? അവന്റെ സ്വഭാവം നോക്കി സർജറി നടത്തിക്കൊണ്ടിരിക്കും. യേശുവിനോട് ചോദിച്ചത് സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണെന്നുള്ളതാ. യേശു അവനോട് മറുപടി പറയുക, നീ നിൽക്കുന്ന ശിശുവിനെ കണ്ടോ? അവനെ പോലെ ആയില്ലെങ്കിൽ നീ കേറത്തില്ല. കർത്താവിന് സ്തോത്രം. അവൻ വചനം അയച്ച് ഒരു ശുദ്ധീകരണം നടത്തിക്കൊണ്ടിരിക്കുക. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി വചനമൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇവിടെ നോക്കിയിരിക്കരുത് കേട്ടോ. കർത്താവിന് സ്തോത്രം. ഒരു സർജറി കേൾപ്പിച്ചു കൊടുക്കണം. പ്രാർത്ഥനയോടെ ദൈവത്തിന് സന്നിധിയിൽ ഇരിക്കണം. പോകുമ്പോൾ നീ വന്നതുപോലെ പോകത്തില്ല. വന്നപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കുശുപ്പെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആമേൻ സ്തോത്രം തിരിച്ചു പോകുമ്പോൾ ഒന്നും കാണത്തില്ല. നിന്നെ ഒരു വിശുദ്ധനാക്കാനാ ദൈവം വിളിച്ചേ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലല്ലേ? വിശുദ്ധനായതുകൊണ്ടല്ല, പിന്നെയോ നിന്നെ വിശുദ്ധനാക്കാൻ വേണ്ടി വിളിച്ചതാ. അവിടെ നിൽക്കുന്ന ആമേൻ മാർട്ടിൻ ബ്രദർ എന്നോട് ഒരു ദിവസം പറഞ്ഞതാ, പാസ്റ്ററെ എന്നെ സ്നാനപ്പെടുത്തിയിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല, എനിക്ക് നന്നായിട്ട് ജീവിക്കാൻ അറിയാൻ മേല. ഞാൻ പറഞ്ഞു, നിനക്കിത് അറിയാലോ. ആമേൻ, അത് മതി, എന്നാ ഞാൻ മുക്കാൻ പോവുക. കർത്താവ് കൃപയാൽ കമൻ സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹത്തോടെ വർഷങ്ങളായി സന്തോഷത്തോടെ എനിക്ക് സന്തോഷം തരുന്നത് പോലെ ജീവിപ്പാൻ ആമേൻ സ്തോത്രം അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ കർത്താവ് പ്രയോജനപ്പെടുത്തി. ഞാൻ ആരെയും പൊക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ വിളിച്ചത് മിടുക്കന്മാരായതുകൊണ്ടല്ല, ദൈവം വിളിച്ചത് മിടുക്കരാക്കാൻ വേണ്ടിയാ. കർത്താവിന്റെ സ്തോത്രം. ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ തമ്പുരാൻ ഒരു ശുദ്ധീകരണം ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ചെയ്യും. കർത്താവിന് സ്തോത്രം. അവിടെ പറഞ്ഞിരിക്കുക ആമേൻ സ്തോത്രം, ഈ ശിശുവിനെ പോലെ ആയില്ലെങ്കിൽ അകത്ത് കയറത്തില്ല. അടുത്ത വാക്യത്തിൽ പറയുക ആമേൻ, 4-ാമത്തെ വാക്യത്തിനകത്ത് പറയുക, ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനാകുന്നു.
നോക്കിക്കേ, കർത്താവിന് സ്തോത്രം. ഒരു കുഞ്ഞിനെ എടുത്തിട്ട് കർത്താവ് പറയുക, ഈ കുഞ്ഞാകണം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാനിങ്ങനെ ചിന്തിച്ചു, ഞാൻ ഈ വചനമൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, എൻ്റെ കുട്ടിക്കാലം. കർത്താവിന് സ്തോത്രം. എൻ്റെ ഒരു കുട്ടിക്കാലത്തൊരു കാലം ഉണ്ടായിരുന്നു. എൻ്റെ അപ്പൻ ആമേൻ സ്തോത്രം എന്നെ ബസ്സിനകത്തേക്ക് എന്നെ എടുത്തു കയറ്റുന്നതും, നടന്നു പോകുമ്പോൾ ആമേൻ സ്തോത്രം മുന്നിൽ വെള്ളം കിടക്കുന്നത് കാണുമ്പോൾ എടുത്ത് പൊക്കിയെടുത്ത് അപ്പുറത്തോട്ട് വെക്കുന്നേക്ക് ഒരു കാലം ഉണ്ടായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞുപോയി, ഞാനങ്ങ് വളർന്നു. ഇപ്പോൾ ആമേൻ സ്തോത്രം നമ്മളൊക്കെ ഒരേപോലെയായി. അപ്പനേക്കാളും ഞാൻ ഇത്രയും കൂടിയൊക്കെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ സൈസായതുപോലെയായി. കർത്താവിന് സ്തോത്രം. എനിക്കൊരു തോന്നലുണ്ടായി, എന്താ, എനിക്കിപ്പോൾ അപ്പനേക്കാളും കാര്യങ്ങൾക്ക് കഴിവുണ്ട്, പ്രാപ്തിയുണ്ടെന്ന്. യേശു പഠിപ്പിച്ച കാര്യം എന്താണെന്നറിയാമോ? ദൈവരാജ്യത്തിനകത്ത് നീ എന്നും കുഞ്ഞായിരിക്കണം. കർത്താവിന് സ്തോത്രം. നിന്നെ ഈ മുന്നിലിങ്ങനെ വെള്ളം കിടക്കുമ്പോൾ നീ ശിശുവിനെ പോലെ ആണേൽ യേശു നിന്നോട് ശിശുവിനെ പോലെ പൊക്കിയെടുത്ത് മാറ്റും. ഒരു പ്രശ്നം വരുമ്പോൾ ആമേൻ സ്തോത്രം ഒരു കുഞ്ഞിനെ പോലെ. അവൻ ഈ കുഞ്ഞുങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ട്, എന്താണെന്നറിയാമോ? അവർ ഭയങ്കര ഡിപ്പെൻഡഡാ. കർത്താവിന് സ്തോത്രം. അവർക്ക് അവൻ ഞാൻ ചെയ്യാന്നൊക്കെ അവർ പറഞ്ഞാലും ആമേൻ സ്തോത്രം അപ്പ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കും. കർത്താവിന് സ്തോത്രം. യേശു അവരെ പഠിപ്പിക്കുക, ദേ അവനെ പോലെ ആകണം, ദേ ഇതിനെ പോലെ ആകണം. രാത്രി അങ്ങനെ ആകാൻ കഴിയുന്നവർക്ക് മാത്രമേ പ്രിയമുള്ളവരെ അപ്പ എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. ആമേൻ. ഞാൻ ആരാണ്ടൊക്കെയാണെന്ന് തോന്നിയിട്ട് ഞാൻ പാസ്റ്ററായി പിറ്റേ ദിവസം ഞാൻ ആരാണ്ടും ആണെന്ന് തോന്നി. പ്രിയ സഹോദരൻ, നീ നിന്റെ പ്രാഗൽഭ്യം നഷ്ടപ്പെടുത്തുകയാണ്. ദൈവസന്നിധിയിൽ നീ എത്രത്തോളം വളർന്നു, എന്ത് ടൈറ്റിൽ നിനക്ക് കിട്ടട്ടെ, അപ്പൻ നിനക്ക് തന്നൊരു ടൈറ്റിലുണ്ട്, ദൈവത്തിന്റെ പൈതൽ എന്ന ടൈറ്റിൽ. അതേ പിടിച്ചോണം, അധികം മുറുകെ പിടിച്ചോണം. കർത്താവിന് സ്തോത്രം. യേശുവിന്റെ വചനം നോക്കിക്കേ. അവൻ സ്തോത്രം യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 12-ാമത്തെ തിരുവചനത്തിലേക്ക് വരുമ്പോൾ യേശു ശിഷ്യന്മാരോട് അവൻ പറയുകയാ. അവൻ സ്നാപക യോഹന്നാൻ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് അവൻ സ്തോത്രം ഒരു ആമുഖമായിട്ട് പറയുകയാ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ആ കുഞ്ഞാകാനായിട്ട് കൃപ കൊടുത്തു. അവര് വിളിച്ച് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാ, സ്വർഗത്തിലെ അപ്പാ. കർത്താവിന് സ്തോത്രം. ഞാനിത് പഠിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്ക് ബോധ്യപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കർത്താവിന് സ്തോത്രം, ഒന്ന്, ചിലരൊക്കെ അപ്പ എന്ന് വിളിക്കുന്നുണ്ട്, അവർക്ക് ആമേൻ സ്തോത്രം അവർക്കറിയത്തില്ല. ആമേൻ സ്തോത്രം അവര് അപ്പന്റെ മക്കളായിട്ട് ജനിച്ചിട്ടില്ല എന്നുള്ള കാര്യം വിളിച്ചുകൊണ്ടിരിക്കുക. ഇനി വേറൊരു കൂട്ടരുണ്ട്, അവരപ്പന്റെ മക്കളായിട്ട് ജനിച്ചു, പക്ഷെ അവര് തിരിച്ചറിഞ്ഞിട്ടില്ല മക്കളായ കാര്യം. 2 പ്രശ്നമാ. ഒന്ന്, വീണ്ടും ജനിച്ചു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. റോമാക്കാർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഇങ്ങനെ പറഞ്ഞു. 18-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം എന്ന് തോന്നുന്നു. കർത്താവിന് സ്തോത്രം. 6-ാമത്തെ വാക്യം. കർത്താവിന് സ്തോത്രം. വായിച്ചാട്ടെ. കർത്താവിന് സ്തോത്രം. റോമർ 8-14. കർത്താവിന് സ്തോത്രം. 8-14. കർത്താവിന് സ്തോത്രം. 8-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം പറയുക, അവൻ ദൈവാത്മാവ് നടത്തുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാകുന്നു. അടുത്ത വാക്യം, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവല്ല, പിന്നെയോ കർത്താവിന്റെ സ്തോത്രം. ആബ എന്ന് വിളിപ്പിക്കാൻ കർത്താവ് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി കൈ തരികയായിരുന്നില്ല ലോർഡ്സ് പ്രേയർ. പിള്ളേർക്ക് ഈ സ്കിറ്റൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഡ്രാമയൊക്കെ ഉണ്ടാകുമ്പോൾ ഡയറക്റ്റ് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ ഒരു ഡയലോഗ് കൊടുക്കും. നീ ഇത് പറയണം, നീ ഇത് പറയണം കേട്ടോ. അങ്ങനെ പറയാൻ വേണ്ടി തന്ന സാധനമല്ല, ആത്മാവിനെ തന്നിട്ട് ആമേൻ സ്തോത്രം ആബ എന്ന് വിളിച്ച് ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച്. നമ്മൾ ഈ കുഞ്ഞൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയത്തില്ല, എന്നാ അപ്പ എന്ന് വിളിക്കാൻ പറഞ്ഞ്, പപ്പ എന്ന് വിളിക്കാൻ പറഞ്ഞത് അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചതാ. അപ്പോസ്തലൻ പറയുക, നിങ്ങൾ വിളിക്കേണ്ടത് ആമേൻ സ്തോത്രം ക്രിയേറ്റർ ഗോഡ് എന്നൊന്നും അല്ല, പരമാധികാരി. ആമേൻ സ്തോത്രം. ഞാൻ എപ്പോഴും പ്രസംഗിക്കാൻ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് കൈറിയോസ്, കുറിയോസ്. നിങ്ങളൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ടാവും.
ആമേൻ. എപ്പോൾ നോക്കിയാലും പാസ്റ്റർ എവിടെയെങ്കിലും കൊണ്ട് കൈറിയോസിലെത്തും. കർത്താവിന് സ്തോത്രം. അല്ലേ? ഈ കൈറിയോസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? സർവശക്തനായ പരമാധികാരി. ആമേൻ. സോവറിൻ, ഓൾമൈറ്റി. കർത്താവിന് സ്തോത്രം. മൈറ്റി ഈസ് സോവറിൻ. കർത്താവിന് സ്തോത്രം. ആമേൻ. എന്താ അതിന്റെ അർത്ഥം? ആമേൻ, സ്തോത്രം. അത് സത്യമാ. ദൈവത്തെ കുറിച്ച് പറയുന്നത് സത്യമാ. അവനാ ഈ അഖിലാണ്ടത്തിന്റെ ആമേൻ സ്തോത്രം സൃഷ്ടിതാവ് അല്ലേ? കർത്താവിന് സ്തോത്രം. അവനല്ലേ എല്ലാത്തിനെയും സൃഷ്ടിച്ച് പരിപാലന ചെയ്തുകൊണ്ടിരിക്കുന്നേ. അവന് ഒത്തിരി പേരുണ്ട്. പരിശുദ്ധൻ, സൃഷ്ടാവായിരിക്കുന്ന ദൈവം, സകലത്തിൻ്റെയും നീതിയുള്ള ന്യായാധിപതി. എന്നാൽ യേശു ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ നീതിയുള്ള ന്യായാധിപതിയെ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചില്ല. കർത്താവിന് സ്തോത്രം. അവൻ എനിക്ക് ബോധ്യപ്പെട്ട വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. അന്ന് വരെ യേശു ആ പ്രാർത്ഥന പഠിപ്പിക്കുന്നത് വരെ യേശു അല്ലാതെ മറ്റാരും ദൈവത്തെ, ഈ പരമാധികാരി ആയിരിക്കുന്ന, സൃഷ്ടിതാവായിരിക്കുന്ന, സകലത്തിൻ്റെ ഉടയവനായിരിക്കുന്ന, നീതിയുള്ള ന്യായാധിപതിയായിരിക്കുന്ന ദൈവത്തെ അപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. അവർക്കത് പ്രാർത്ഥിക്കുവാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? ഇറ്റ് ഷോസ് ഇന്റിമസി. ദൈവത്തിന്റെ പേര് പോലും വായ് കൊണ്ടെടുപ്പാൻ ഭയപ്പെട്ട അവരെങ്ങനെയാ ദൈവത്തെ കയറി അപ്പ എന്ന് വിളിച്ചേ? കർത്താവിന് സ്തോത്രം. അവരെങ്ങാനും അപ്പ എന്ന് വിളിച്ചിരുന്നെങ്കിൽ അവരെ സിനഗോഗിൽ നിന്ന് പുറത്താക്കിയാനെ. എൻ്റെ കൂടെ ഉണ്ടോ? കർത്താവിന് സ്തോത്രം. എന്നാൽ യേശു പറയുകയാ, യഹൂദന്മാരൊക്കെയാ, അവരൊക്കെ അവിടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ യഹൂദന്മാരാ. കർത്താവിന് സ്തോത്രം. ജാതികളായിട്ടുണ്ടായതൊക്കെ പിന്നെ ആമേൻ സ്തോത്രം പൗലോസ് അപ്പോസ്തലനിലൂടെയൊക്കെ ആമേൻ സ്തോത്രം പിന്നീടാ, യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷമാ ജാതികളൊക്കെ ഉണ്ട് ആമേൻ യേശുവിനോട് ചേർന്നത്. കർത്താവിന് സ്തോത്രം. അന്ന് കൂടെ ഉണ്ടായിരുന്ന യഹൂദന്മാരെ യേശു പഠിപ്പിക്കുക, നിങ്ങൾ ഇനി ആരും ആമേൻ സ്തോത്രം ഹല്ലേലൂയ ലോർഡ് യാഹ്വേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക, അഡോണായി എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കണ്ട. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് സ്വർഗത്തിലെ പപ്പായെ എന്ന് വിളിച്ച. കാരണം എന്താണെന്നറിയാമോ? ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, പുത്രത്വത്തിന്റെ ആത്മാവിനെ നിനക്ക് തന്നു. ഇന്ന് രാത്രി ഈ ബോധ്യം നമുക്കുണ്ടേൽ കർത്താവിന് സ്തോത്രം നമ്മൾ വിളിക്കാൻ തുടങ്ങണം സ്വർഗീയ പിതാവേ എന്ന്. ഇന്ന് രാത്രി ഈ ബോധ്യം നമുക്കുണ്ടേൽ ഒരു കാര്യം നമ്മളൊരു തീരുമാനം എടുക്കണം. എന്താണെന്നറിയാമോ? എനിക്ക് ആ ദൈവ പൈതലാകണം. ആരെങ്കിലും ദൈവ പൈതലായിട്ടില്ലെങ്കിൽ പ്രിയമുള്ളവരെ, ഞാൻ ആരെയും കുത്തി പറഞ്ഞതൊന്നുമല്ല. വചനത്തിന്റെ വെളിച്ചത്തിൽ, വചനത്തിന്റെ പ്രകാശത്തിൽ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് തിരിച്ചു വരാൻ വേണ്ടി പറഞ്ഞതാ. യേശുവിന്റെ വചനം പറയുക, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക്. യേശുവിനെ എങ്ങനെയാ കൈക്കൊള്ളുന്നത്? കൂട്ടത്തിൽ ഒരാളായിട്ട് കൈക്കൊണ്ടത് കൊണ്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ അവിടത്തെയുള്ള റബ്ബായിമാരും ആമേൻ സ്ക്രൈബ്സും സഡൂസിയും എല്ലാവരും ആമേൻ സ്തോത്രം സദൂക്യരും ഒക്കെ അങ്ങനെ യേശുവിനെ കൈക്കൊണ്ടവരാ. കർത്താവിന് സ്തോത്രം അല്ലേ? യേശു ഒരു അത്ഭുതം ചെയ്യുന്നയാളാണെന്ന് ആർക്കാ അറിയാത്ത? കർത്താവിന് സ്തോത്രം. ജായറോസ് യേശുവിന്റെ അടുക്കൽ വന്നത് ആമേൻ സ്തോത്രം യേശുവിനെ ദൈവമായിട്ട് സ്വീകരിച്ചേക്കാന്ന് പറഞ്ഞൊന്നുമല്ല. യേശു അത്ഭുതം ചെയ്യുന്നയാളാണെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് സിനഗോഗ് ഒഫീഷ്യലായിരിക്കുന്ന ജായറോസ് യേശുവിന്റെ അടുക്കൽ വന്നത്. ആമേൻ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ശ്രദ്ധിച്ചാട്ടെ, ദൈവത്തിന്റെ വചനം പറയുകയാ, ആമേൻ സ്തോത്രം, യഹൂദന്മാരെ നോക്കി യേശു വിളിക്കുകയാണ്. എന്താണെന്നറിയാമോ? സ്വർഗീയ പിതാവേ എന്ന് ഇന്ന് മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. സ്വർഗീയ അപ്പ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. കർത്താവിന് സ്തോത്രം. മാത്രമല്ല, നിന്റെ എൻ്റെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കരുത്, ഞങ്ങളുടെ എന്ന് പറയണം. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു തീരുമാനമെടുക്കാമോ? ഞാൻ ഈ വചനം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് പലയിടത്തും എൻ്റെ ഹൃദയത്തെ കീറി മുറിക്കുന്നത് ഞാൻ അനുഭവിച്ചു. ഇന്ന് പകല് മുഴുവൻ ഞാൻ അതിൻ്റെ ഹാങ് ഓവറില്ല. ദൈവം എൻ്റെ ഹൃദയത്തിനകത്ത് പലതിനെയും മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു. എനിക്കൊരു ചിന്തയുണ്ടായിരുന്നു, മിടുക്കനാണെന്നൊക്കെയുള്ള ചിന്ത. കർത്താവ് പലരെയും കൊണ്ടുവന്ന് മുന്നിൽ നിർത്തി. ചില ആമേൻ സ്തോത്രം ജലസി, എന്താ പറയുക, അസൂയ, ചില കുശുമ്പ്, ആമേൻ ചില ആമേൻ സ്തോത്രം ഹല്ലേലൂയ അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥകൾ,
ചിലരോടുള്ള ആ കയ്പ്, ചിലരോടുള്ള വെറുപ്പ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഞങ്ങളുടെ കർത്താവേ എന്ന് വിളിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ദൈവം നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഒരു പക്ഷേ നമ്മൾ മോർണിംഗ് പ്രയറിന് വന്നിട്ട് ഒത്തിരി മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നുണ്ടാകും. ഒരു പക്ഷേ നമ്മൾ വീട്ടിലിരുന്ന് കൊണ്ട് ഒത്തിരി നേരം പ്രാർത്ഥിക്കുന്നുണ്ടാകും. ഒത്തിരി കാര്യങ്ങൾ, നമുക്കൊരു പ്രയർ ബുക്ക് കാണും, ആര് പ്രാർത്ഥിക്കാൻ വന്നാലും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടാകും. പക്ഷെ യേശു പഠിപ്പിച്ച പ്രാർത്ഥന അത് ഞങ്ങളുടെ പിതാവിനുള്ള പ്രാർത്ഥനയാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞു, കർത്താവിന് സ്തോത്രം, ആമേൻ, എന്നെ ഓർഡിനേഷൻ തന്ന ഒരു പ്രായമുള്ള ആമേൻ പാസ്റ്ററുണ്ട്, കർത്താവിന് സ്തോത്രം. ദൈവദാസന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, കർത്താവിന് സ്തോത്രം. ആ ദൈവദാസൻ പറഞ്ഞൊരു കാര്യം ഞാൻ മറന്നിട്ടില്ല. ആമേൻ, സ്തോത്രം. കുരിശിൽ നോക്കിയാൽ അതിനകത്ത് 2 ബീംസ് കാണും. അത് ക്രോസ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഞാൻ പറയുക, എനിക്ക് ദൈവവുമായിട്ട് നല്ല ബന്ധമാണ്, പക്ഷേ മറ്റുള്ളവരുമായിട്ട് അത് ഞാൻ ബോധർ ചെയ്യുന്നില്ല. ഐ ഡോണ്ട് കെയർ. എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു കൂട്ടു സഹോദരനുണ്ടായിരുന്നു, കർത്താവിന് സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് ഓർഡിനേഷനൊക്കെ കിട്ടിയ ഒരു 3 പേരാ. നല്ലൊരു മനുഷ്യനാണ്, കർത്താവിന് സ്തോത്രം. ഭയങ്കര സ്നേഹമാണ് ഞങ്ങൾ തമ്മിൽ. പക്ഷേ ഈ മനുഷ്യൻ്റെ പ്രത്യേകതയുണ്ട്, പെട്ടെന്ന് അരിശം കയറും, പെട്ടെന്ന് ദേഷ്യം വന്ന് എന്തെങ്കിലുമൊക്കെ പറയും. കർത്താവിന് സ്തോത്രം. ഒരു ദിവസം ഞാൻ ചെന്നിട്ട് ഒരു വിഷയം ഉണ്ടായി. എന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും ഓർമ്മയില്ല. എന്തോ വന്നൊരു ചെറിയ കയ്പ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വന്ന് ഞാൻ പറഞ്ഞു, ചേട്ടാന്ന് വിളിക്കുന്നത്. ചേട്ടാ, ആമേൻ, സ്തോത്രം. ഞാൻ പേര് പറയത്തില്ല, കർത്താവിന് സ്തോത്രം. ചേട്ടാ, ആമേൻ, മത്തായി ചേട്ടാ, അങ്ങനെ പറയാം, കർത്താവിന് സ്തോത്രം. എന്നോട് ക്ഷമിക്കണം, കർത്താവിന് സ്തോത്രം. അദ്ദേഹം എന്നെ നോക്കി പറഞ്ഞു, ഞാൻ അന്നേ ക്ഷമിച്ചു. ഇങ്ങനെ നിൽക്കോ? ആമേൻ, സ്തോത്രം. ഞാൻ അന്നേ ക്ഷമിച്ചു. ആമേൻ, ഹല്ലേലൂയ. ഒരു കുത്തു കൊടുക്കാൻ തോന്നുന്നു, കർത്താവിന് സ്തോത്രം. ഞാൻ പറഞ്ഞു, ക്ഷമിച്ചിട്ടെന്നാ ഇങ്ങനെ ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ക്ഷമിച്ചു, പക്ഷെ മറക്കാൻ പറ്റത്തില്ല. ആമേൻ, സ്തോത്രം. എനിക്ക് ഐ കോണ്ട് ഫോർഗെറ്റ് ദാറ്റ്, കർത്താവിന് സ്തോത്രം. ചിലരൊക്കെ അങ്ങനെയാ. ഒരു വിഷയം ഉണ്ടാകട്ടെ, 1978 നീ എന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറയും. 1988 ആ പകൽക്കാലം 10 മണിക്ക് എന്നോട് നീ പറഞ്ഞത് ഞാൻ മറന്നിട്ടില്ലെന്നൊരു വിഷയം ഉണ്ടാകട്ടെ, അന്നേരം പുറത്തു വരും. ആരാണ്ടിനോടൊക്കെ നേരിട്ട് സംസാരിക്കുക. ഇന്ന് രാത്രി അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കത്തിച്ചു കളയാം. പരിശുദ്ധാത്മാവിന്റെ തീയിലിട്ടൊന്ന് കത്തിച്ചൂടെ? ആ മഹത്വത്തിന്റെ തീ ഇറങ്ങി, കർത്താവെ, ഈ ചപ്പൊക്കെ ഒന്ന് കത്തിയിരുന്നെങ്കിൽ. ഭവനത്തിനകത്തെ അച്ചാച്ചന്റെ വിഷയം ഞാൻ ഓർത്തു വച്ചേക്കുക. 1992 നിങ്ങൾ എന്നോട് പറഞ്ഞത്, കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ തീയിലിട്ട് മഹത്വത്തിന്റെ തീ ഇറങ്ങി കത്തിച്ചു കളയാൻ പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ പിതാവേ, അപ്പൻ്റെ അടുത്ത് പോകുമ്പോൾ കരം കോർത്തു പിടിക്കുന്നത്, ആമേൻ, സ്തോത്രം, ഞങ്ങൾ വിശ്വാസികളാണല്ലോ എന്നോർത്തിട്ടല്ല. അല്ലാതെ ഒരു പ്രാർത്ഥനയുള്ള, പ്രിയമുള്ളവരെ, അല്ലാതെ ഒരു പ്രാർത്ഥനയില്ല. സ്വർഗസന്നിധിയിൽ അല്ലാതെ ഒരു പ്രാർത്ഥന, ദൈവം പഠിപ്പിച്ച പ്രാർത്ഥനയല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പാസ്റ്റർ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രാർത്ഥിക്കുന്ന, പ്രാസം ഒപ്പിച്ച് അല്ലേ, എല്ലാം പായി തുടങ്ങി എല്ലാം പായിൽ അവസാനിച്ച്, എല്ലാം കായി തുടങ്ങി എല്ലാം കായിൽ അവസാനിച്ച്. എൻ്റെ പൊന്ന് സഹോദര, സ്വർഗം പഠിപ്പിച്ച പ്രാർത്ഥന അതൊന്നുമല്ല. ഞങ്ങളുടെ അപ്പ, കർത്താവിന് സ്തോത്രം, ആമേൻ, സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, ആമേൻ, സ്തോത്രം, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. കർത്താവിന് സ്തോത്രം. നിന്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഇവിടെ ആകണമേ. കർത്താവേ, ദേ ആ ജോലി എനിക്ക് തരണം. കർത്താവേ, ദേ ഇല്ലേ പെങ്കൊച്ചിനെ എനിക്ക് കെട്ടണം. കർത്താവേ, ദേ ഇന്നതുപോലെ എനിക്ക് ജീവിക്കണം. കർത്താവിന് സ്തോത്രം. ക്ലെയിം ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുക, ഇൻ ജീസസ് മൈറ്റി നെയിം. കർത്താവിന് സ്തോത്രം. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയല്ല, നിന്റെ ഹിതം. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. ലെറ്റ് thy will, ഹല്ലേലൂയ, your will. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ഒരു വിഷയം വരുമ്പോൾ
കർത്താവിനോടൊരു ഒരു പരാതിയുണ്ടോ, ഒരു പരിഭവമുണ്ടോ? ആ പരിഭവം മാറും യേശു പഠിപ്പിച്ച പ്രാർത്ഥന അറിയാമെങ്കിൽ. ജീവിതത്തിലൊരു വിഷയം വരുമ്പോൾ എന്താണ്ടൊക്കെ നഷ്ടപ്പെട്ടതുപോലെയൊക്കെയാ നിനക്ക് പറയാൻ സാധിക്കുമോ? അതിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ലെറ്റ് യുവർ വിൽ, നിന്റെ ഹിതം. സുവിശേഷ വേലയൊക്കെ ഉപേക്ഷിച്ച് പോയ ആൾക്കാർ എനിക്കറിയാം. ഞാൻ വിചാരിച്ചതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇവിടെ എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുക. ചിലതിനൊക്കെ വേണ്ടി കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എൻ്റെ ഹിതമല്ല, നിന്റെ ഹിതം. ലെറ്റ് യുവർ വിൽ. എനിക്ക് പ്ലാനുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് പദ്ധതിയുണ്ട്. അവരെ പഠിപ്പിച്ച് വലുതാക്കണം. ദൈവത്തിൻ്റെ പദ്ധതി അവനെ സുവിശേഷ വേലക്കാരനാക്കണമെന്നാണെങ്കിലോ എത്ര പേര് ആമേൻ പറയും? നമ്മൾ എത്ര പ്രാവശ്യം പാടി? ഹല്ലേലൂയ. നമ്മൾ ഇന്ന് രാവിലെ പാടിയില്ലേ? എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും നിന്റെ നാമമഹത്വത്തിനാ ഒരു കൈത്തിരി പോൽ. എത്ര പേർക്ക് മക്കളെ നോക്കി പറയുന്നത്? നമ്മൾ പാടുകയാ. യേശു പഠിപ്പിച്ചതൊന്നുമല്ല. കർത്താവിന് സ്തോത്രം. എന്നിട്ട് നമ്മൾ തീ ഇറങ്ങിയില്ലെന്ന് പറഞ്ഞ് പരിഭവപ്പെടുക. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഈ പ്രാർത്ഥന നമുക്കറിയാമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന മാറും. ഇതാ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചേ. ഇങ്ങനെയാ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചേ. ഈ വാക്കുകളല്ല. കർത്താവിന് സ്തോത്രം. ശമൂവേൽ പ്രവാചകൻ ആമേൻ സ്തോത്രം ദാവീദിനെ ആമേൻ സ്തോത്രം ശൗലിനോടുള്ള ഭയങ്കരമായിരിക്കുന്ന വിഷമം വന്ന് തകർന്ന് ഒരു രാത്രി മുഴുവൻ കരയുകയാണ്. യേശു പറഞ്ഞു, ദൈവം പറഞ്ഞു, ആമേൻ സ്തോത്രം, ഞാൻ തള്ളിയവനെ കുറിച്ച് നീ എന്തിനാ ദുഃഖിക്കുന്നത്? ആമേൻ സ്തോത്രം, നീ ആമേൻ സ്തോത്രം ബെത്ലഹേമിലേക്ക് പോകണം. കർത്താവിന് സ്തോത്രം. അവിടെ ഇശ്ശായിയുടെ ഭവനത്തിൽ ചെന്ന് അവന്റെ മകനെ ശൗലിന് പകരം രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. ശമൂവേൽ പോയി അവിടെ ചെന്നു. മിടുക്കന്മാരായ പലരെയും കണ്ടപ്പോൾ ആമേൻ സ്തോത്രം. നിങ്ങൾ വായിച്ചോ? 1 ശമൂവേലിന്റെ പുസ്തകം 16-ാമത്തെ അധ്യായമാണ്. കർത്താവിന് സ്തോത്രം. ആമേൻ. അതിനകത്ത് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഓരോരുത്തരെ കാണുമ്പോൾ ശമൂവേൽ പ്രവാചകൻ പറയുക, ഇവനാ. കർത്താവിന് സ്തോത്രം. അങ്ങനെ ഒരു പട്ടാളക്കാരനുണ്ടായിരുന്നു അവിടെ. കർത്താവിന് സ്തോത്രം. 6-ാമത്തെ വാക്യം. ഏലിയാവിനെ കണ്ടിട്ട് യഹോവയുടെ മുമ്പാകെ അവന്റെ അഭിഷിക്തനേതാ എന്ന് ശമൂവേൽ പ്രവാചകൻ പറയുക. കർത്താവിന് സ്തോത്രം. ശമൂവേൽ പ്രവാചകൻ പറയുക, ദിസ് ഈസ് ദ പാസ്റ്റർ. കാരണം എന്താ? കണ്ടാൽ നല്ല ആമേൻ സ്തോത്രം. ഈ പാസ്റ്റർമാരെ കുറിച്ച് നമുക്ക് അല്ലേ നല്ലൊരു വയറൊക്കെ വേണം. ആമേൻ സ്തോത്രം. ഈശ പഠിച്ചിട്ടുണ്ടാകണം, തടി ഉണ്ടാകണം അല്ലേ? അങ്ങനെയൊക്കെ നമുക്കൊരു കൺസെപ്റ്റ് ഇല്ലേ? കർത്താവിന് നല്ല വെള്ള ഉടുപ്പൊക്കെ ഇട്ട് ആമേൻ അല്ലേ? അവൻ ഈ സഹോദരൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഈ ബൈബിള് പോലെ ഇങ്ങനത്തെ ബൈബിളല്ല കൊണ്ടുനടക്കണ്ടേ. കർത്താവിന് സ്തോത്രം. ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല. കർത്താവിന് സ്തോത്രം. പാസ്റ്റർമാരുടെ ബൈബിളിന് പോലും ഒരു ഐഡന്റിറ്റി ഉണ്ട്. ആമേൻ. ആമേൻ സ്തോത്രം. ഈ ഏലിയാവിനെ കണ്ടപ്പോൾ ശമൂവേൽ പ്രവാചകൻ ഇങ്ങനെ നോക്കി, കൊള്ളാം, രാജാവാകാൻ പറ്റിയ ആള്. ഷുവർലി ദിസ് ഈസ് ദ മാൻ. അടുത്ത വാക്യത്തിനകത്ത് ദൈവം പറഞ്ഞു. എന്താ പറഞ്ഞേ? ആമേൻ. നിങ്ങൾ വായിച്ചേ. കർത്താവിന് സ്തോത്രം. നീ അവന്റെ മുഖവും പൊക്കവും അവന്റെ വയറും ഒന്നും നോക്കരുത്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെ അല്ല. മനുഷ്യനിങ്ങനെ അയ്യോ എന്തോ ഒരു നല്ല സഹോദരൻ. കർത്താവിന് സ്തോത്രം. എന്തോ ഒരു പ്രാർത്ഥന. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല. യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. നീ പ്രാർത്ഥിക്കാൻ വന്ന് മുട്ടുമടക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ നിന്റെ ഹൃദയത്തിനകത്തോട്ടാ നോക്കുന്നേ. ഇങ്ങനെ ചലച്ചോണ്ടിരിക്കുക, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, മെഷ്യൻ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക. നാട്ടുകാരെല്ലാവരും പറഞ്ഞു, മനോഹരമായ പ്രാർത്ഥന, എന്തോ ഒരു നല്ല പാസ്റ്റർ കണ്ണുനീരോടെ പറഞ്ഞുകൊണ്ടിരിക്കുക.
ദൈവം നിന്റെ ഹൃദയത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ അപ്പ എന്ന് വിളിക്കാൻ പറയുന്നിടത്ത് എന്തോ ഒരു പ്രശ്നം കണ്ടാൽ നിന്റെ സകല പ്രാർത്ഥനയും പോയി. ആമേൻ. നിന്റെ ഹിതം ആമേൻ അവിടത്തെ പോലെ ഇവിടെ ആകണേ. നമ്മൾ പ്രാർത്ഥിക്കുക ഇവിടത്തെ പോലെ അവിടെ ആകണേ. കർത്താവിന് സ്തോത്രം. നിന്റെ രാജ്യം വരണമേ. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. നിന്റെ രാജ്യം വരണമേ. നമുക്ക് നമ്മുടെ രാജ്യമല്ലേ കർത്താവേ, അല്ലെ പാസ്റ്ററെ പ്രാർത്ഥിക്കണം കേട്ടോ. എന്താ കർത്താവിന് സ്തോത്രം, ഞാൻ എറണാകുളത്തൊരു പ്രോപ്പർട്ടിക്ക് വേണ്ടി, കർത്താവിന് സ്തോത്രം, ആരെയും ഞാൻ കുറ്റമെന്ന് പറഞ്ഞതല്ല, നമുക്ക് കിട്ടിയാൽ നല്ലത് തന്നെ. കർത്താവിന് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നതാണ്. കർത്താവിന് സ്തോത്രം. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിക്കും, നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കും. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കും. കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുക, നിന്റെ രാജ്യം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആശാന്റി വന്നിട്ടുണ്ടോ? കർത്താവിന് സ്തോത്രം. ആശാന്റി എന്നോട് പറഞ്ഞു ഒരു ദിവസം, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, പാസ്റ്റർ എനിക്കൊരു ഒറ്റ വിഷയമുള്ളൂ, ആമേൻ സ്തോത്രം, നാട്ടിൽ പോയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു സ്ഥലം പണിയണം. ഒരു കൈത്തിരി പോൽ കത്തിയിടിഞ്ഞൊരിക്കൽ. ഞാൻ ഇവിടെ ആത്മാവ് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഇതിനകത്തൊക്കെ ചില ക്രമീകരണങ്ങൾ ഇന്ന് രാത്രി വരട്ടെ. ഇതിൻ്റെ അകത്ത് എത്ര പേരെ ഏൽപ്പിച്ചു കൊടുക്കും? കർത്താവിന് സ്തോത്രം. ഒന്നും വേണ്ട, ഒന്നും വേണ്ട പാസ്റ്റർ, എനിക്കൊന്നും വേണ്ട, ഞാൻ ഉണ്ടാക്കിയതൊക്കെ ആർക്കെങ്കിലും ഒക്കെ കൊടുത്തിട്ടേ ഉള്ളൂ. ആമേൻ സ്തോത്രം. ഒരാഗ്രഹം ബാക്കി നിൽക്കുക. കർത്താവിന് സ്തോത്രം. നിന്റെ രാജ്യം വരണമേ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. താഴ്ത്തോട്ട് വായിക്കുമ്പോൾ കാണാം, അന്നൊന്ന് വേണ്ട നീ അപ്പം ഇന്ന് തരണമേ. കർത്താവിന് സ്തോത്രം. നമ്മളിപ്പോ 2 ദിവസവും കഴിഞ്ഞ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ളതും കഴിഞ്ഞ്, അടുത്ത തലമുറക്കുള്ളതും കഴിഞ്ഞ്, പിന്നെ നമ്മൾ പണിയെടുത്തോണ്ടിരിക്കുക അല്ലേ? കർത്താവിന് സ്തോത്രം. പിന്നെ നമ്മൾ പണിയെടുത്തോണ്ടിരിക്കുകയല്ലേ? കർത്താവിന്റെ വചനം പറയുക, അന്നൊന്ന് വേണ്ടി നീ അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. അടുത്ത വാക്യം വേഗം വായിച്ചോ, സമയം കഴിയാറായി. ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്നവനോട്. കർത്താവിന് സ്തോത്രം. ഞാൻ കത്തോലിക്ക പള്ളിയിലായിരുന്നപ്പോൾ പോലും പ്രാർത്ഥിക്കാൻ പേടിച്ച ഭാഗമായത്. ആത്മാർത്ഥമായിട്ട് ഞാൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച എൻ്റെ ഏതെങ്കിലും പാപം എന്നോട് ക്ഷമിക്കൂ? ശരിയല്ലേ? ഞാൻ കർത്താവിനോട് പറയാം, ഞാൻ ക്ഷമിക്കുന്നത് പോലെ എന്നോട് ക്ഷമിച്ചാൽ മതിയെന്ന്. കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. ഈ വചനമൊന്നും അറിയാത്തത് കൊണ്ട് നമുക്ക് കുറെ സമാധാനം ഉണ്ടായി. ഇതിൻ്റെ അകത്ത് ഇന്ന് രാത്രി ഞാൻ കഷ്ടകാലത്തിന് വന്നു എന്നൊന്നും ആരും പറയരുത്. കർത്താവിന് സ്തോത്രം. ആമേൻ. കർത്താവിന് സ്തോത്രം. ഞങ്ങളുടെ അപ്പ, എനിക്ക് സ്വർഗവുമായിട്ട് നല്ല ബന്ധമാണ്. എനിക്ക് അത് മാത്രം മതി. ഇന്ന് ഉച്ചയ്ക്ക്, ആമേൻ, ഇന്ന് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വരുമ്പോൾ എൻ്റെ മോൻ, ആമേൻ സ്തോത്രം, ആഷർ, അവൻ എന്നോട് പറയുക, കർത്താവിന് സ്തോത്രം, I love you. I do love Jesus the most, but I don't love my mama. അപ്പോൾ ഞാൻ എന്നാ പറ്റി? അടി കൊണ്ടിരിക്കുക. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് പപ്പയോ യേശുവിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ മമ്മ എനിക്ക് ഇഷ്ടമല്ലെന്ന്. കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. എനിക്കൊരു പെട്ടെന്നൊരു കത്തി. നമ്മൾ അങ്ങനെയാ, യേശുവായിട്ട് ഭയങ്കര പ്രാർത്ഥനയാ. ആമേൻ സ്തോത്രം. ഇങ്ങോട്ടുള്ള ബീമില്ല. എൻ്റെ സ്പിരിച്വൽ മെന്റർ പറഞ്ഞതുപോലെ, അത് ക്രോസ് അല്ല, അതൊരു പോസ്റ്റാ. യേശുവിൻ്റെ കുരിശാണേൽ, ആമേൻ സ്തോത്രം, അതിന് ഇങ്ങനെയും കാണും. കർത്താവിന് സ്തോത്രം. നീ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ദൈവം എങ്ങനെയാ കണക്കൂട്ടുന്നതെന്ന് അറിയാമോ? ഇങ്ങോട്ടുള്ള കഷ്ണം നോക്കിയിട്ടാ. കർത്താവിന് സ്തോത്രം. ഒരപ്പൻ്റെ മക്കൾ, പറഞ്ഞു, ഒരപ്പൻ്റെ മക്കൾ. ഇന്ന് രാത്രി എല്ലാം അങ്ങ് മാറട്ടെ. ദൈവമക്കളെന്ന് വിളിക്കുന്ന ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി എനിക്ക് മാർക്കിടരുത് പ്ലീസ്. ഇത് ദൈവം പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ഇതെനിക്കും ബാധകമാ, നമുക്ക് ഓരോരുത്തർക്കും ബാധകമാ. കർത്താവിന് സ്തോത്രം.
ഒരു നല്ല മനസാക്ഷിയോടുകൂടി നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്വർഗത്തിലെ അപ്പൻ എന്നോട് ക്ഷമിക്കാൻ തക്ക വിധം ഞാൻ അതെല്ലാം കളയുക. കർത്താവിന് സ്തോത്രം. ഞാൻ അതൊന്നും ഇനി ഓർക്കത്തില്ല. വർഷം വെച്ച് സമയം വെച്ച് ആമേൻ സ്തോത്രം ഒക്കെ കൂട്ടി വച്ചിരിക്കുന്ന ചിലത് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ തീയിലിട്ടോണം. ഇനി മേലിൽ ആ ബാക്ക് ഹിസ്റ്ററി എടുക്കരുത്. ആമേൻ. ചില കുടുംബ ജീവിതത്തിനകത്തൊക്കെ നിങ്ങൾ കൊണ്ടു നടക്കുന്ന ചില ഫയൽസ് ഉണ്ട്. ഈ 2021 ഈ വെള്ളിയാഴ്ച ഇതിനകത്ത് പരിശുദ്ധാത്മാവിന്റെ തീയിനകത്തേക്ക് അതിട്ടേക്കണം. നീ ഒരു പക്ഷേ ആമേൻ സ്തോത്രം മിടുക്കനായിരുന്നായിരിക്കും ആ സ്റ്റോറിക്കകത്ത്. ഒരുപക്ഷെ നിനക്ക് പൂർണ്ണ പ്രാഗൽഭ്യം കാണും ആ സ്റ്റോറിക്കകത്ത്. എന്നാലും വെച്ചുകൊണ്ടിരിക്കരുത്. ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ. പറഞ്ഞേ, നിങ്ങൾ എല്ലാവരും പറഞ്ഞില്ല. ഞാൻ ക്ഷമിക്കുന്നത് പോലെ. പറഞ്ഞേ, എന്റെ പാപം. പറഞ്ഞേ, എന്നോട് ക്ഷമിക്കണമേ. അതാ പ്രാർത്ഥന. യേശു പഠിപ്പിച്ച പ്രാർത്ഥന അതാണെന്ന്. കർത്താവിന് സ്തോത്രം. ഞാൻ ക്ഷമിച്ചതുപോലെ മാത്രമേ എന്നോട് ക്ഷമിക്കാവൂ. ഞാൻ ക്ഷമിച്ചിട്ടില്ലെങ്കിൽ കർത്താവേ നീ എന്നോട് ക്ഷമിക്കരുത് എന്നല്ലേ അതിന്റെ അർത്ഥം? അല്ലേ? അതുകൊണ്ടാ നിങ്ങൾ ഇതുപോലെ പ്രാർത്ഥിക്കാൻ യേശു പറഞ്ഞത്. അല്ലാതെ ഇതെഴുതി പോക്കറ്റിലിട്ട് ആമേൻ സ്തോത്രം നാഴികയ്ക്ക് 40 വട്ടം ഇതിനെന്താ പറയുന്നത്, എന്താ എഴുതിയിരിക്കുന്ന അറിയാതെ ചൊല്ലിക്കൊണ്ട് നടക്കാനല്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കൊളോസ്യ ലേഖനത്തിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് കൊളോസ്യ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കണ്ടിട്ട് പോലും ഇല്ലാത്ത സഭയാ കൊളോസ്യ സഭ. കർത്താവേ ആമേൻ സ്തോത്രം, അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പാനും അവർ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഉണ്ടാകാനും ഒക്കെ ആയിട്ട് കണ്ടിട്ടില്ലാത്തൊരു സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എവിടെയാ ഇതിനകത്ത് ലോർഡ്സ് പ്രയർ കിടക്കുന്നത്? കർത്താവിന് സ്തോത്രം. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഞങ്ങളുടെ എന്ന ബോധ്യം. അതാ പ്രാർത്ഥന. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. ഹല്ലേലൂയ. ഒരു ബന്ധം, ദൈവവുമായിട്ടുള്ളൊരു ബന്ധമാണ് പ്രാർത്ഥന. എ റിലേഷൻഷിപ്പ്. അപ്പ എന്ന് വിളിക്കുവാനുള്ളൊരു ബന്ധം, അതാണ് പ്രാർത്ഥന. നീ പ്രാർത്ഥിക്കാൻ വരുമ്പോ നിന്റെ വാക്കുകളെക്കാളും ദൈവം നോക്കുന്നത് നിന്റെ ഹൃദയത്തെയാ. പലപ്പോഴും നമുക്ക് ആർക്കും പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. നീ ഭയപ്പെടണ്ട. ദൈവസന്നിധിയിൽ ഒരു തീരുമാനം നിനക്കുണ്ടെങ്കിൽ, എൻ്റെ കൂട്ടു സഹോദരനെ ഞാൻ എന്നെപ്പോലെ സ്നേഹിക്കും, എൻ്റെ കൂടെ പിറപ്പാണെന്ന് പറയുവാനുള്ള ആ സ്നേഹമുണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ ഒത്തിരി ഒന്നും പ്രാർത്ഥിക്കണ്ട. ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ റോമാലേഖനം 8-ാമത്തെ അധ്യായം 26-ാമത്തെ തിരുവചനത്തിൽ പൗലോസ് പറയുക, നിങ്ങളുടെ ബലഹീനതയ്ക്ക് ആത്മാവ് തുണ നിൽക്കും. വേണ്ടും വണ്ണം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നിനക്കറിയത്തില്ല. ആത്മാവ് ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. ഇന്ന് രാത്രി നിന്റെ വാക്കുകളെ നീ നോക്കണ്ട. പ്രാസമൊപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ നിനക്കറിയത്തില്ലെങ്കിൽ നീ ഭാരപ്പെടണ്ട. ദൈവസന്നിധിയിൽ ഒരു പ്രാഗൽഭ്യമുണ്ടെങ്കിൽ, ദൈവസന്നിധിയിൽ ഞങ്ങളുടെ അപ്പ എന്ന് വിളിക്കുവാൻ തക്കവിധം എൻ്റെ ജീവിതത്തിൽ ഞാനൊരു കയ്പ് വെക്കത്തില്ല, ഒരു വെറുപ്പ് വെക്കത്തില്ല, ഒരു വിദ്വേഷം വെക്കത്തില്ല. ഞാൻ ആരുടെയും മുഖം നോക്കി മുഖം കറുപ്പിച്ചു നിൽക്കത്തില്ല. എൻ്റെ മുഖം ഒരു കുഞ്ഞിനെ പോലെ, സ്വർഗസന്നിധിയിൽ ഒരു ശിശുവിനെ പോലെ ഞാൻ എന്നെ തന്നെ താഴ്ത്തുമെന്ന് പറയുന്ന ആരെയും നോക്കി പരിശുദ്ധാത്മാവ് പറയുക, ഇന്ന് നിന്റെ പ്രാർത്ഥന സ്വർഗം കേട്ടുകൊണ്ടിരിക്കുക. ശിശുവിനെ പോലെ എന്നെ തന്നെ ഞാൻ ചാർത്തും. എന്റെ ഹൃദയം പൊടിഞ്ഞത്, എന്റെ ഹൃദയം പൊടിച്ചവരുണ്ടായിരുന്നു.
എന്നെ അംഗീകരിക്കാത്തവരുണ്ടായിരുന്നു, എന്നെ തള്ളിക്കളഞ്ഞവരുണ്ടായിരുന്നു, എന്നെ വിടക്കെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവരുണ്ടായിരുന്നു. കർത്താവേ, എന്നാലും ഞാൻ എന്നെ തന്നെ താഴ്ത്തുകയാ. ഇന്ന് രാത്രി അങ്ങനെ താഴ്ത്തുന്ന നിന്നെ നോക്കി സ്വർഗം പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഈ ചെറിയവരിൽ ഒരുത്തന് ഇടർച്ച വരുത്തുന്നതിനേക്കാൾ തിരികല്ല് കെട്ടി കയറി അവൻ കടലിൽ ചാടുന്നതാ ഉത്തമം. നിന്നെ സൂക്ഷിക്കുന്ന ഒരു സ്വർഗം ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെട്ട് നിൽക്കുകയാ. എല്ലാ കണ്ണുകളും അടച്ചു. ഇനി ആ കയ്പ് എനിക്ക് വേണ്ട. പറഞ്ഞേ, എന്റെ ആ സഹോദരനെ ഞാൻ സ്നേഹിക്കും. ശത്രുതയോടെ കണ്ട നിന്റെ ആ കൂട്ടു സഹോദരിയെ, നിന്റെ ആ കൂട്ടു സഹോദരനെ ഞാൻ സ്നേഹിക്കുമെന്ന് പറയുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? അവന് വേണ്ടി സ്വർഗം ഇന്ന് ചലിക്കാൻ തുടങ്ങുകയാ. നിന്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി നൽകും. എന്താ സ്വർഗം പറയാൻ പോകുന്നതെന്ന് അറിയാമോ? നീ പ്രാർത്ഥിക്കും മുമ്പേ, നീ പ്രാർത്ഥിച്ചു തീരും മുൻപേ ഉത്തരം നൽകുന്ന ദൈവം വിളിച്ചതൊരു കൂട്ടായ്മയിലേക്കാ. ഒറ്റപ്പെട്ട് നടക്കുന്ന ആരെങ്കിലും എന്നെ കേട്ടുകൊണ്ട് ഇതിനകത്തിരിക്കുന്നുണ്ടെങ്കിൽ, എന്റെ ശബ്ദ പരിധിക്കകത്തുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഒരു തീരുമാനമെടുത്തോ. എന്നെ കേൾക്കുന്ന സഹോദര, നിന്നോടാ ദൂത്. ഒറ്റയ്ക്ക് ഒരു പായയിട്ട് ഞാനും ദൈവവും മാത്രമെന്ന് പറഞ്ഞ് നീ നിൽക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നീ തിരിച്ചുവാ. നിന്നെ സ്വർഗം വിളിക്കുകയാ ഒരു കൂട്ടായ്മയിലേക്ക്. മർക്കോസിന്റെ മാളിക മുറിയിൽ അവർ ഒന്നിച്ചു കൂടിയിരുന്നപ്പോൾ, എല്ലാ കണ്ണുകളും അടയട്ടെ, ആരും ആരെയും നോക്കിയിരിക്കരുത്. മർക്കോസിന്റെ മാളിക മുറിയിൽ അവർ ഒന്നിച്ചു കൂടിയിരുന്നപ്പോൾ കൊടിയെ കാറ്റടിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് അവിടെ വീശി അടിക്കുകയാ. ഇന്ന് രാത്രി ഒരു കൂട്ടായ്മയിലേക്ക് അപ്പോസ്തലന്മാരുടെ ശബ്ദം കേട്ട് സന്തോഷത്തോടെ വചനം സ്വീകരിച്ചവർ, ആമേൻ, അപ്പം നുറുക്കിയും കൂട്ടായ്മയാചരിച്ചും ഒരു കൂട്ടായ്മയിലേക്ക് നമുക്ക് കടന്നു വരാം. സഭായോഗങ്ങളെ നിരസിക്കുന്നവർ, അവഗണിക്കുന്നവർ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരി, നിന്നോടാ പരിശുദ്ധാത്മാവ് പറയുന്നേ, മടങ്ങി വാ, ഒരു കൂട്ടായ്മയിലേക്ക് മടങ്ങി വാ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ കൊയറൊരു പാട്ട് പാടും. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ, ദൈവമേ നീ മാത്രം യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാം. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ, ദൈവമേ നീ മാത്രം യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാം. ദൈവപിതാവേ, എന്നോട് താതൻ നീ, ദൂതന്മാരാപ്പകൽ വാഴ്ത്തിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുമ്പിൽ ഇന്നേരവും
അത്യുന്നതൻ ദൈവമേ നീ മാത്രം ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പിന്നെയും നമുക്ക് ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ രാത്രികാലം നാം കേട്ടതായ ആലോചന പിന്നെയും മനസ്സിൽ സംഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാമല്ലോ. ഹല്ലേലൂയ. ദൈവദാസനിൽ കൂടെ കർത്താവ് ഹല്ലേലൂയ ദൈവത്തിൻ്റെ വലിയ വചനങ്ങൾ കർത്താവിൻ്റെ ആത്മാവിൻ്റെ നിയോഗപ്രകാരം ഇന്നത്തെ രാത്രികാലം നമ്മുടെ മധ്യേ തരുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്തതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആത്മാവിൽ ആരാധിപ്പാൻ, ബലപ്പെടുവാനൊക്കെയും ഇന്നത്തെ രാത്രികാലം ഇടയാക്കിയതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്നേഹം വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ നല്ല സന്ധ്യാസമയത്തിനായി സ്തോത്രം ചെയ്യുന്നതിൻ്റെ മക്കളായ ഇടയങ്ങൾക്ക് തിരുസന്നിധാനം കടന്നു വരുവാൻ, അങ്ങേ മോദപ്പെടുത്തുവാൻ, സ്തുതിപ്പാൻ കർത്താവെ അങ്ങ് തന്നതായ നല്ല അവസരത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്നത്തെ രാത്രികാലം പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആത്മാവിൽ ആരാധിപ്പാൻ, ബലപ്പെടുവാനൊക്കെയും അവിടുന്ന് പിന്നെയും ഇടയാക്കിയനാൽ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സമ്പൂലമായ ഒരാഴ്ചക്കാലം കൂടെ അടിയങ്ങളെ വിട്ട് കടന്നു പോയല്ലോ. ഈ രാത്രികാലവും കർത്താവിൻ്റെ വലിയ സാമീപ്യം അടിയങ്ങൾ അനുഭവിച്ചറിയുവാൻ കർത്താവ് കൃപ ചെയ്തതിനാൽ ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. കർത്താവെ, നിൻ്റെ മകനിൽ കൂടെ കേൾപ്പിച്ചതായ നല്ല ദൈവിക ആലോചനയ്ക്കായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനയെ കുറിച്ച് പിന്നെയും ആഴമായി അറിയുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് ഇടയാക്കിയ കൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി സ്തോത്രം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഹല്ലേലൂയ എന്ന പാടി ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം അതിൽ കർത്താവെ ഹല്ലേലൂയ ഒരു ശിശു ഹൃദയം അടിയങ്ങളുടെ മനസ്സിൽ ഉരുത്തിരിയുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് ഞങ്ങളുടെ വചനത്തിൽ വായിക്കുന്നല്ലോ. അടിയങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധിച്ചുകൊണ്ട് ഹല്ലേലൂയ അടിയങ്ങളുടെ ഹൃദയങ്ങൾ കർത്താവെ ഒരു ശിശുവിൻ്റെ ഹൃദയം പോലെ രൂപാന്തരപ്പെടുത്തിയാൽ മാത്രമേ ഹല്ലേലൂയ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുള്ളൂ എന്ന് കർത്താവിൻ്റെ ദാസനിൽ കൂടെ വ്യക്തമായി അടിയങ്ങൾക്ക് ആലോചന പറഞ്ഞതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളുടെ ദോഷങ്ങളെയും ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഹല്ലേലൂയ കർത്താവെ നീ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ ദിവസങ്ങൾ ധാരാളമായി അടിയങ്ങളുടെ എല്ലാ പിഴവുകളും കുറ്റങ്ങളും കുറവുകളും അടിയങ്ങളുടെ മനസ്സിലുള്ളതായ എല്ലാ വ്യഥകളും കർത്താവെ ആത്മാർത്ഥമായി ക്ഷമിക്കുവാനുള്ളൊരു മനസ്സൊരുക്കം കർത്താവെ അവിടുന്ന് തരേണ്ടതിനായി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനത്തിൽ വായിക്കുന്നത് പോലെ മനസ്സൊരുക്കമുള്ള ഒരാത്മാവിനെ അടിയങ്ങളുടെ ജീവിതത്തിൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ അടിയങ്ങളെ പിന്നെയും നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിപ്പാൻ തൻ്റെ ദാസനെ ബലപ്പെടുത്തിയതിനാൽ സ്തോത്രം. ധന്യമായി അനുഗ്രഹിക്കണം, കൃപയിൽ പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അടിയങ്ങൾ പിരിഞ്ഞു പോകുന്ന പിരിയാത്തവനായ അങ്ങയുടെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്ന അനുഗ്രഹിക്കും. ദൈവരെ കാക്കും പരിപാലിക്കും. പ്രാർത്ഥന കേട്ട് അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം. മാനവമോത്വം അങ്ങയ്ക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദത്തിനായി ഒരുങ്ങാം. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി തരുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സംസർഗവും നമ്മോട് നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ലോകമ്പാടുള്ള എല്ലാ വിശുദ്ധന്മാരോടും ഇപ്പോഴും എന്നേക്കും കർത്താവിൻ്റെ വരവുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മൂലം ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരേണമേ. പ്രൈസ് ദി ലോർഡ്.